വാൾ സ്ട്രീറ്റിലാണ്. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് എവിടെ നിന്ന് നടക്കാനാണ് പോകുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, എന്റെ സുഹൃത്തുക്കളെ, ഞാൻ കൂടേണ്ടി വന്നില്ല. 16 ബാങ്കുകളാണ് ഒന്നിച്ച് അമേരിക്കയിൽ അടച്ചിട്ടുള്ളത് ഈ കുറഞ്ഞ സമയം കൊണ്ട്. അതിലേറ്റവും വലിയ ഹെഡായിട്ടുള്ള ബാങ്ക് തന്നെയാണ് ആദ്യം പൂട്ടിയത്. വാൾ സ്ട്രീറ്റിൽ തന്നെയാണ് സംഭവം നടക്കുന്നത്. അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകളും എക്സ്ചേഞ്ചുകളും തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓഹരി വിപണി താഴോട്ട് 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 മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമാം ഷാഫിഈ വേണ്ട, അബൂ ഹനീഫ തങ്ങൾ വേണ്ട, മാലിക് ഇമാമ് വേണ്ട, അഹ്മദ് ഹംബൽ എന്നിവർ വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിയും ഖുർആനും മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയാൻ സാധിക്കും? ലോകത്തെ വഴിതെറ്റിക്കുന്നതിന് അവരുടെ നിലപാടുകൾ സഹായകമായിട്ടുണ്ട്. നാലാലൊരു മദ്ഹബിൽ അടങ്ങി ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളതിന് പോവില്ല. നിങ്ങളെപ്പോലുള്ള മറ്റുള്ളവരും പോവില്ല. അതെന്താണ്? അതെന്ന് പറഞ്ഞാൽ ഒരു ചൂതാട്ടമാണ്. അതിൽ ഇന്നാലിന്ന പന്തികേടുകളൊക്കെ ഉണ്ട്. വളരെ പെട്ടെന്ന് മനുഷ്യൻ തൂഫാനായി പോകുന്ന കേസാണ്. മാറി നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ, പേടിച്ചു മാറി നിൽക്കും. മാറി നിന്നാലോ നിങ്ങൾ ആ സമയത്ത് എന്താ ചെയ്യുക? ജോലിക്ക് പോകും സുഹൃത്തുക്കളെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നിങ്ങളുടെ കായിക ശേഷി മണ്ണിൽ പ്രയോഗിക്കും, കമ്പനിയിൽ പ്രയോഗിക്കും. സ്ക്രീനിന്റെ മുമ്പിൽ വെറുതെ ആക്കുകയില്ല. മനുഷ്യന്റെ ഊർജം ഭൂമിയിൽ വ്യയം ചെയ്യപ്പെടുമ്പോൾ പ്രത്യുൽപാദനപരമായ മേഖലയിലേക്ക് വികസിക്കാനും സാധ്യമാകുന്നതാണ്. കർമ്മശാസ്ത്രം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അതിന്റെ വില. വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഏതെങ്കിലും ഒരു മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീൻ കാര്യത്തിൽ അല്ലാഹു അവനെ ഫഖീഹാക്കി മാറ്റുന്നതാണ്. കർമ്മശാസ്ത്രപരമായ അറിവ് ഉള്ളവനാക്കി മാറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു ശർറ് ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചില്ല, തിന്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്താ സംഭവിക്കുക? അദ്ദേഹം കർമ്മശാസ്ത്രത്തിൽ നിന്ന് ഇങ്ങനെ അനേക കാലം അകലേക്ക് 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 മാറിക്കൊണ്ടിരിക്കും. അമേരിക്കൻ ഗവൺമെന്റ് പാകിസ്ഥാനിന്റെ പിറകെ കൂടി വർഷങ്ങളായി മദ്രസകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? അവർക്ക് കുഴിച്ചുമൂടേണ്ടത് ഫിഖ്ഹിനെ തന്നെയാണ്. പാകിസ്ഥാനിലെ ജനങ്ങൾ ഭൂരിഭാഗവും അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. നാം ലാ, ഈ രണ്ടിലൊരു കാര്യം പറയുന്നത് അവരോട് ഇമാം അബൂ ഹനീഫ തങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ അമേരിക്ക ആഗ്രഹിച്ചതുപോലെ സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും അവിടുത്തെ ജനങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മദ്രസകൾ പൂട്ടുക തന്നെ വേണം. ഫിഖ്ഹിപരമായിട്ടുള്ള ആ ഉറച്ച നിലപാട്, ഇളകാത്ത ആ ഒരു നിലപാട്, അത് ജനം അവസാനിപ്പിക്കണം. അങ്ങനെ മുഷറഫിനോട് പറയാനുള്ളത്, അതല്ലെങ്കിൽ സർദാരിയോട് പറയാനുള്ളത്, ഇതാ ഇന്നാലിന്നതൊന്നും നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി വരാൻ പാടുള്ളതല്ല. ഞങ്ങൾ നിർണയിക്കുന്ന ഏതാനും ഭാഗങ്ങൾ അതുമാത്രം പഠിപ്പിച്ചാൽ മതി. ദുര്യോഗം പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രസകളെ അടച്ചുപൂട്ടിയതിന്റെ ദുര്യോഗം, ജനങ്ങളിൽ നിന്ന് കർമ്മശാസ്ത്രം എടുത്തുമാറ്റിയതിന്റെ ദുര്യോഗം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധന്മാരെന്ന് പറയുന്നവർ വളരെ സങ്കടത്തോടുകൂടെ പറയുന്നത്, മനോരമ അടക്കമുള്ള പത്രങ്ങൾ എഴുതുകയുണ്ടായി, ഓഹരി വിപണിയിലേക്ക് ഇനി എടുത്ത് ചാടല്ലേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഊഹക്കച്ചവടത്തിലേക്കും ഓഹരി വിപണിയിലേക്കും മനുഷ്യന്മാരെ, പണമുള്ളവരെ, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങല്ലേ എന്ന് മനോരമയിൽ ഈയിടെ പ്രസ്താവന വന്നു, ലേഖനം വന്നു. അപകടം അവിടെയാണ് നിൽക്കുന്നത് എന്ന്. അഥവാ ഇമാം ഷാഫിഈ പറഞ്ഞിടത്തേക്ക് മനോരമ വന്നു എന്നർത്ഥം. ഒരു ഭാഗത്ത് നിന്ന് അബൂ ഹനീഫ തങ്ങളുടെയും മാലിക് ഇമാമിന്റെയും അഹ്മദ് ഹംബൽ എന്നിവരുടെയും ഇമാം ഷാഫിയുടെയും നാംല പറച്ചിലുകൾ ഉച്ചാടനം ചെയ്യാൻ പാശ്ചാത്യൻ ശക്തിയും അമേരിക്കൻ ശക്തിയും ശ്രമിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഇടിവെട്ട്, ആ ഇടിവെട്ട് വായിച്ചിട്ട് ഇന്ന് മനോരമ പറയുന്നത് ഫിഖ്ഹ് പറഞ്ഞ അതേ കാര്യമാണ്. അടുക്കല്ലേ അടുക്കല്ലേ, ഹൽ അൻതും മുൻതഹൂൻ. കള്ളിനെ കുറിച്ച് പറഞ്ഞതുപോലെ
മാറി നിൽക്കുന്നില്ലയോ എന്ന ചോദ്യം. മഹാന്മാരായ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ വരച്ച വരയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, പലിശ അല്ലാഹു തആല അതിനെക്കുറിച്ച് ഹറമ റിബ അത്രേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ആ പറഞ്ഞ വാക്കിന്റെ കീഴിൽ എത്രത്തോളം വ്യാപ്തിയിൽ ആശയങ്ങൾ പരന്നു കിടക്കുന്നുണ്ട്, അത് മാന്തി എടുത്ത് പുറത്തിട്ട് തന്നവരാണ് ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. എന്നിട്ട് അവർ നമ്മോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വല്ലതും കടം കൊടുക്കുകയാണെങ്കിൽ ആ കടം കൊടുക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫായിദ, ഇന്നാലിന്ന ഒരു നേട്ടം കൊടുത്ത വ്യക്തിക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന അവസ്ഥയിൽ കൊടുത്താൽ അത് ഈ ഹറമ റിബ എന്ന് പറയുന്നതിന് കീഴിൽ വരുന്നതാണ്. ആയതുകൊണ്ട് തന്നെ ഒരാളുടെ കയ്യിലിരിക്കുന്ന പണം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് യാതൊരു വിധത്തിൽപ്പെട്ട നേട്ടങ്ങളെയും വെച്ചുകൊണ്ടാവാൻ പാടുള്ളതല്ല, അത് മുന്നിൽ കണ്ടുകൊണ്ടാവാൻ പാടുള്ളതല്ല. കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രൂപത്തിൽ മാത്രമായിരിക്കണം. പൂർണ്ണമായ അങ്ങ് കൊടുത്തേക്കൽ. കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹം നമ്മെ ഒരിടത്ത് കണ്ടാൽ ബസ്സിന് ക്യാഷ് കൊടുക്കുക, അതല്ലെങ്കിൽ അദ്ദേഹം നമുക്കൊരു ചായ വാങ്ങിത്തരിക എന്നിത്യാദി വിചാരവികാരങ്ങൾ പോലും വെക്കാതെയായിരിക്കണം മറ്റൊരാളിലേക്ക് കടം കൊടുക്കുന്നത്. ഇതാണ് നിഷ്കളങ്കമായ ഖർളുൻ ഹസൻ എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായി ഉപാധി വെക്കൽ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും പലിശയായിത്തീരും. ഇങ്ങനെ നമ്മെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഗവൺമെന്റുകൾ തുറക്കുന്ന, ഗവൺമെന്റുകൾ അനുമതി നൽകുന്ന എല്ലാ ബാങ്കുകളിലും സാമ്പത്തിക ഇടപാട് നിർവഹിക്കുന്ന ഫിനാൻഷ്യൽ സംഘടനകളിലും നമ്മുടെ പണം കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഒരു കാരണവശാലും അതിന്മേൽ ഒരു ഫായിദ അഥവാ ഒരു നേട്ടം, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല.